ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഊണും അതിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. വലിയ കറികളൊന്നുമില്ല. അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മീൻ എളുപ്പമുണ്ടായിരുന്നു, അതിനെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കി പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരി അടുപ്പത്തിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. ക്യാമറ ഇങ്ങനെയൊക്കെ താന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, പിന്നീടാണ് കണ്ടത്. അപ്പോൾ നമുക്ക് മാറിപ്പോയല്ലോ, കോവയ്ക്ക മെഴുക്ക് പുരട്ടിയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ചിലർ നീളത്തിന് അരിഞ്ഞെടുക്കും, അത് ഫ്രൈ ചെയ്യാനും മെഴുക്ക് പുരട്ടാനൊക്കെ. പക്ഷേ ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞത്. അതിനുശേഷം ഒരു സവാളയും പിന്നെ വെള്ളക്കാന്താരി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ അരിഞ്ഞിടാം. വെള്ളക്കാന്താരി ഇച്ചിരി തോനെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് പറയേണ്ട കാര്യമല്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. എണ്ണ ഒഴിച്ച് അതിനെ കടുകും കറിവേപ്പിലയും ഇട്ട് താളിച്ചതിന് ശേഷം ആദ്യം വിചാരിച്ച് അരിഞ്ഞു വെച്ചത് മൊത്തത്തോടെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ വിചാരിച്ച് സവാളയും വെളുത്തുള്ളിയും പിന്നെ ഇട്ട് ഒന്ന് താളിച്ചിട്ട് വെള്ളക്കാന്താരിയും കൂടെ ഇട്ട് താളിച്ചതിന് ശേഷം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അത് തട്ടിക്കൊടുക്കാം, കോവയ്ക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു വഴറ്റിയെടുത്തായിരുന്നു. പിന്നെ സാധാരണ മെഴുക്ക് പുരട്ടിക്ക് ഞാൻ ചിക്കൻ മസാലയും ചെറുതായിട്ട് ചിക്കൻ മസാലയും പിന്നെ ഗരം മസാലയും ഇടുമായിരുന്നു, പക്ഷേ ഇതിലിട്ടില്ല. അത് കഴിഞ്ഞ് അത് വെച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് രസത്തിന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പകുതി സവാള, കുറച്ച് മല്ലിച്ചപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം. പച്ചമുളക് ആദ്യം ഇടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതാണ് രണ്ടാമതിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തത്. അപ്പോൾ ജീരകം ചിലർ രസത്തിന് ഇടില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും. എനിക്ക് ജീരകത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ജീരകം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി വെച്ച് അതിൽ താളിച്ച് ഇത് തട്ടിക്കൊടുത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം വാങ്ങാറാകുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് വാങ്ങി വയ്ക്കാം. പിന്നെ നമുക്ക് ചോറെടുത്ത് അതിൽ കുറച്ച് വെഴുക്കും പിന്നെ രസവും പിന്നെ പൊരിച്ച മീനും കൂടെ വെച്ച് നമുക്ക് വിളമ്പാം. പിന്നെ എല്ലാവർക്കും